ദേശാഭിമാനി മുഖപ്രസംഗം 2025 മെയ് 30. LDF സർക്കാർ മലയോര ജനതയ്ക്കൊപ്പം. കേരളത്തിന്റെ വനമേഖലയിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവനും കൃഷിക്കും വന്യജീവി ആക്രമണം വരുത്തിവെക്കുന്ന നാശനഷ്ടം താങ്ങാനാകാത്തതാണ്. മലയോര ജനതയ്ക്കിടയിൽ ഇത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരളത്തിലെ LDF സർക്കാർ. 9 വർഷത്തിനിടയിൽ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ തീരുമാനിച്ചത്. കാട്ടുപന്നികളെ കൂടാതെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലാൻ അനുമതി നൽകണമെന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിലുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനംവകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലാനുള്ള വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായ അധികാരം ഓണററി വൈൽഡ് ലൈഫ് വാർഡന് അല്ലെങ്കിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് കൈമാറാനുള്ള മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന സർക്കാർ ഉത്തരവുകളുടെ കാലാവധി 1 വർഷത്തേക്ക് ദീർഘിപ്പിക്കാനും തീരുമാനിച്ചു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് 2024 ഫെബ്രുവരിയിൽ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. കേരളത്തിലെ UDF എംപിമാരും ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട എംപിമാർ ഇതിന് തയ്യാറാകാതെ എപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളുടെ പേരിൽ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനിടയിലാണ് സർക്കാരിന്റെ സുപ്രധാന തീരുമാനം. വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള ശാശ്വത പരിഹാര മാർഗമായാണ് നാട്ടിലിറങ്ങുന്ന അപകടകാരികളായ വന്യജീവികളെ കൊല്ലാനുള്ള അനുമതി തേടുന്നത്. മലയോര നിവാസികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിൽ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിവിധ നടപടികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കർഷകരുടെയും മലയോര മേഖലയിലെ ജനങ്ങളുടെയും താൽപര്യത്തിനെതിരായതോ അവരെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. വർദ്ധിച്ചു വരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുമുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ 1972 കേന്ദ്ര നിയമമാണ്. നിയമത്തിൽ ഒരു ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ക്രിമിനൽ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പോലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളാണ് ഇതിന് തടസ്സം. വന്യമൃഗ മനുഷ്യ സംഘർഷം പല തലങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം നിന്ന് മനുഷ്യരുടെ ജീവനും ജീവിതവും സ്വത്തും സംരക്ഷിക്കാനാണ് LDF സർക്കാർ മുൻഗണന നൽകുന്നത്. 2022 കേരളം തയ്യാറാക്കി സമർപ്പിച്ച 620 കോടി രൂപയുടെ പദ്ധതികളിൽ ഒന്നുപോലും അംഗീകരിക്കാത്ത കേന്ദ്രം മലയോര ജനതയോട് ക്രൂരത കാട്ടുന്നു. പ്രായോഗികവും സംയോജിതമായ സമീപനത്തിലൂടെ വന്യമൃഗ മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശം ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, വനം ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. പലതവണ കേന്ദ്രത്തോട് പദ്ധതി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അനുകൂല നിലപാടുണ്ടായില്ല. ഇന്ത്യയിൽ വനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം വന്യജീവി ആക്രമണം നടക്കുന്നുണ്ട്. പലയിടത്തും കേരളത്തെക്കാൾ രൂക്ഷവുമാണ്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷവും BJPയും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. വന്യജീവി ആക്രമണത്തിൽ ജീവിതം തകർന്ന് കൃഷിനാശത്തിൽ കഷ്ടപ്പെടുന്ന മലയോര കർഷകർക്ക് ആശ്വാസ നടപടിയുമായി മുന്നോട്ട് പോകുന്ന LDF സർക്കാരിനെ ഇകഴ്ത്താനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിനു പിന്നിൽ.